ഐശ്വര്യത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും മറ്റൊരു വിഷുദിനത്തെ കൂടി ആഘോഷപൂർവ്വം വരവേൽക്കാൻ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഓട്ടുരുളിയിൽ കണിയൊരുക്കി ശ്രീകൃഷ്ണനെ കണ്ണിറയെ കണ്ടു തൊഴുതാണ് നന്മയുടെ വിഷു ആഘോഷത്തിലേക്ക് കടക്കുന്നത്. ഇതിനായി വർണ്ണവിസ്മയങ്ങൾ തീർത്ത കൃഷ്ണശില്പങ്ങൾ വാങ്ങാൻ ഉള്ള തിരക്കിലാണ് നാടും നഗരവും. മനോഹരങ്ങളായ കൃഷ്ണശില്പങ്ങളാണ് നിരത്തുകളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. വിഷുക്കണിക്കായി മാത്രം തയ്യാറാക്കിയവയാണിവ. വെണ്ണ മോഷ്ടിക്കുന്ന കുഞ്ഞു കൃഷ്ണനും രാധയ്ക്കൊപ്പം പ്രണയഭാവത്തിൽ നിൽക്കുന്നതുമൊക്കെ ആരെയും ആകർഷിക്കുന്ന തരത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നിരനിരയായി പല വലുപ്പത്തിലും വർണ്ണത്തിലുമുള്ള കൃഷ്ണന്റെ ശില്പങ്ങളിൽ നിന്നും ഒന്ന് തിരഞ്ഞെടുക്കുന്നത് ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കും. എനിക്ക് കണ്ണ് എന്നെ ആകർഷിക്കുന്നുണ്ടോ, അത് കാണുമ്പോൾ എനിക്കൊരു ദൈവത്തിൻ്റെ പ്രതീതി തോന്നുന്നുണ്ടോ, പിന്നെ കണ്ണ്, പുഞ്ചിരി, നമ്മൾ ചിരിച്ച എപ്പോഴും നമുക്കൊരു പോസിറ്റീവ് അല്ലേ വേണ്ടത്. അപ്പോൾ ആ വിഗ്രഹം നോക്കുമ്പോൾ എനിക്കൊരു പോസിറ്റീവ് തോന്നുന്നുണ്ടോ എന്ന് നോക്കും. പുതിയ തലമുറയ്ക്കാകട്ടെ ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയുമില്ല. പിന്നെ നാണക്കേടാകാതെ തടി തപ്പാൻ പിന്നിൽ നിന്നും അച്ഛനും അമ്മയും പറഞ്ഞു കൊടുത്തത് കൊണ്ട് മാത്രം അനിരുദ്ധ് മുട്ടിയും മൂളിയും ചിലത് പറഞ്ഞു. വീട്ടിലെ വിളക്കിൻ്റെ അടുത്ത് വെക്കാൻ. ഈ കൈനീട്ടത്തെ പറ്റിയൊക്കെ അറിയോ? അമ്മയുടെ അച്ഛനും അപ്പൂപ്പനും അമ്മയൊക്കെ കൈനീട്ടം തരുന്നതിനെ പറ്റി അറിയോ? ഇതെന്താ കൃഷ്ണന്റെ രാധയോ? കൃഷ്ണനെ തഴുകിയും തലോടിയും ഒരു പെൺകുട്ടി. എന്താ സംഭവം എന്ന് തിരക്കിയപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് റീൽസ് താരത്തിന്റെ മറുപടി. ഇപ്പോൾ മേ ബി ഞങ്ങളെല്ലാവരും വളർന്നുകൊണ്ടായിരിക്കാം വിഷു അങ്ങനെ ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നുന്നില്ല. പണ്ടെന്ന് പറഞ്ഞാൽ വിഷുവിന് കൈനീട്ടം കിട്ടുന്നത് അല്ലെങ്കിൽ ആ വെക്കേഷൻ അതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ എല്ലാവരും ബിസി ആയതുകൊണ്ട് അത്രയും എൻജോയ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത്രയും അറിയപ്പെടുന്നില്ല വിഷു. ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും കാലത്തിന്റെ മാറ്റങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിലും പഴമയുടെ സുഗന്ധവുമായാണ് ഓരോ വിഷുക്കാലവും നമ്മളിലേക്ക് എത്തുന്നത്. ആ നന്മയുടെ വിശുദ്ധി അറിഞ്ഞും പകർന്നും നമുക്കും വിഷു ആഘോഷിക്കാം. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.